വഴിതർക്കത്തിന്റെ പേരിൽ കായംകുളത്ത് പിതാവിനെയും മകനെയും ബന്ധുവിനെയും നടുറോഡിൽ വെട്ടി പരിക്കേൽപ്പിച്ചു. ഗുരുതരാവസ്ഥയിലായ പിതാവ് അജീന്ദ്രദാസിനെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. അറുപതുകാരനായ അജീന്ദ്രദാസ്, മകൻ അക്ഷയദാസ്, ഇവരുടെ ബന്ധു ദീപ എന്നിവർക്കാണ് വെട്ടേറ്റത്. അക്രമം നടത്തിയ കണ്ടല്ലൂർ സ്വദേശികളായ അരുൺ സുധാകരൻ, ഉമേഷ് ഉത്തമൻ എന്നിവരെ കനകക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് ആക്രമണം. കടയടച്ച മകൻ അക്ഷയദാസുമൊത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പ്രതികൾ കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള ആയുധം കൊണ്ട് അജീന്ദ്രദാസിനെ വെട്ടുകയായിരുന്നു. അജിത് ദാസിന്റെ തലയ്ക്കാണ് വെട്ടേറ്റത്. അക്രമം തടയാനെത്തിയപ്പോഴാണ് മകൻ അക്ഷയദാസനും ബന്ധുവായ ദീപയ്ക്കും വെട്ടേറ്റത്. മുൻവൈരാഗ്യമാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. ഇരു കൂട്ടരും തമ്മിൽ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നും പോലീസ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അജീന്ദ്രദാസിനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്ഷയദാസും ദീപയും ആശുപത്രിയിൽ ചികിത്സ തേടി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പ്രതികളെ അവിടെ നിന്നാണ് പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 ആലപ്പുഴ.